വളരെ കുറച്ച് നടന്മാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നീഷിലാണ് ഇന്ന് ജയസൂര്യ ഉള്ളത്. എന്നാണ് എൻ്റെ ഈ പ്രൊജക്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു സിനിമയുടെ കാര്യം അതിലേക്ക് പറയുന്നത്. ഒരുമിച്ച് റൂം വന്നത് വരെ മുന്നോട്ട് വന്നതാണ്. മില്യനാണ് ജയസൂര്യ വിളിച്ചിങ്ങനെ, ഞാൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ജയസൂര്യ വിളിച്ചിങ്ങനെ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് മറ്റന്നാൾ ഹോൾ നടക്കുന്നുണ്ട് വരണം എന്നോട് പറയുന്നത്. എനിക്ക് തോന്നി വളരെ കുറച്ച് നടന്മാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നീഷിലാണ് ഇന്ന് ജയസൂര്യ ഉള്ളത്. കാരണം ജയസൂര്യയുടെ സിനിമകൾ വരുമ്പോൾ അത് എത്തരത്തിലുള്ള സിനിമകളാണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ വിഷയമോ പ്രമേയമോ കൈകാര്യം ചെയ്യുന്ന സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷ ഇന്ന് പ്രേക്ഷകർക്കുണ്ട്. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വളരെ അസൂയാവഹമായ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് സ്വന്തം കാഴ്ചപ്പാടുകളും അധ്വാനവും തീരുമാനങ്ങളും കൊണ്ട് എത്തിപ്പെട്ട ചുരുക്കം ചില നടന്മാരുടെ ഒരാളാണ് ജയസൂര്യ. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ USP എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് മലയാള സിനിമയുടെ അന്തരീക്ഷത്തിൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് ആ സിനിമയെ പാക്ക് ചെയ്ത് അതിനെ നല്ല രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു നിർമ്മാതാവ് അതിന്റെ പേരിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അരുൺ ശേഖറും ജയസൂര്യയും ഒരുപാട് ഭാഗ്യം ചെയ്തതാണ്. കാരണം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ പോലെ ഒരാൾ ഈ സിനിമയിൽ വിശ്വാസം കാണിച്ചു. അദ്ദേഹത്തിന്റെ കൺവിക്ഷനാണ് ഈ സിനിമ എന്നുള്ളത് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ സിനിമ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഒരു പുണ്യ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പുതിയ ഫിലിം മേക്കറിനെ മലയാളത്തിന് സമ്മാനിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു ചുവടുപോടുകൂടി ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിക്കുന്ന ഒരു സംവിധായകനെ മാറട്ടെ. ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ഒരു സിനിമാ സെറ്റിനാണ് ഞാൻ വന്നത്. അപ്പൊ അവിടെ അടുത്ത സീനിന്റെ ലൈഫ് കഴിഞ്ഞാലും വെയിറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് നേരത്തെ പോകും. താങ്ക് യു സോ മച്ച്. ജിലേബിയുടെ പേര് ആദ്യം കേട്ടപ്പോൾ ജയനാണ് എൻ്റെ അടുത്ത് ഈ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു സിനിമയുടെ കാര്യം അതിലേക്ക് പറയുന്നത്. അപ്പോൾ പേര് കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി പേര് കേട്ടപ്പോൾ. പിന്നീട് അതിൻ്റെ എന്താ പറയുക, പലപ്പോഴും ഫോണിലെ സംസാരങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ സീൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരത്തിലുള്ളൊരു ഇതിൽ ഓഡിയോ ലോഞ്ച് നടത്തുന്ന വേദിയിലും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. വളരെ സന്തോഷം. ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അദ്ദേഹം ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ആദ്യത്തെ ഒരു പാട്ട് തന്നെ ജിവാലയുടെ മ്യൂസിക്കിലുണ്ടായ ഒരു പാട്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ റിതം മനസ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പുതിയ സംവിധായകനാണ്. സിനിമയിൽ അദ്ദേഹം ആദ്യമായിട്ടാണ്. ജയേട്ടൻ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് രമ്യ, എല്ലാവരും അഭിനയിക്കുന്നു. എന്തായാലും ഈ ഫുൾ ടീമിന് എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. 2 ദിവസം മുമ്പാണ് ജയസൂര്യ ഈ ഒരു ചടങ്ങിന് ക്ഷണിച്ചത്. ഞാനും രാജുവും ഇതേ സമയത്ത് കൊച്ചിയിലുണ്ടായി ഒരുമിച്ച് എത്താൻ സാധിച്ചു. സന്തോഷം. ജയസൂര്യ ഞങ്ങളുടെ ബന്ധം പലർക്കും അറിയായിരിക്കും. ആദ്യ സിനിമ മുതലേ തുടങ്ങിയതാണ്. ഞങ്ങൾ രണ്ടുപേരും സിനിമാ രംഗത്തേക്ക് വരുന്നത് ഒരു സിനിമയിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ക്ലാസ്മേറ്റ്സ് വരെ ഞങ്ങൾ ഒരുമിച്ച് റൂം പങ്കിട്ട് വരെ മുന്നോട്ട് വന്നതാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഏതായാലും രണ്ടുപേർക്കും മലയാള സിനിമയിൽ സ്ഥാനം അഭിവാദ്യകരമായി മാറാൻ സാധിച്ചത് ദൈവാലയം. ഈ ഒരു സിനിമയ്ക്ക് ജിലേബി എന്ന ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ്. ഈ ഒരു സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇതിന്റെ നവാഗത സംവിധായകനാണ് അരുൺ ശേഖർ, പ്രൊഡ്യൂസർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സർ, സംഗീത സംവിധായകൻ ബിജുപാൽ, ജയേട്ടനുണ്ട്. ഈ സിനിമയും അതുപോലെ തന്നെ ഇതിലെ ഗാനങ്ങളും ജിലേബി പോലെ തന്നെ മന്ത്രിക്കുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൈ ബോസ് എന്ന് പറയുന്ന സിനിമയുടെ അപ്രതീക്ഷിതമായ വിജയം, ദൈവ സാന്നിധ്യം എവിടെയും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നെങ്കിൽ ജിലേബി എന്ന സിനിമയുടെ ഇതുവരെയുള്ള അനുഭവങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുടേതായിരുന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന് അനുയോജ്യമെന്ന് തോന്നിയ ഒരു സ്ക്രിപ്റ്റ് ആരോ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ
വിളിക്കുകയും ഒരു മെസ്സേജ് അയക്കുകയും അതിനുടൻ തന്നെ സമ്മതം അറിയിച്ചുകൊണ്ട് എനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതെന്നല്ല. അപ്പോൾ പിന്നീട് എനിക്ക് തന്നെ ആ സ്റ്റെപ്പിൽ സംതൃപ്തി തോന്നാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എനിക്ക് അത്ര വലിയൊരു വിശ്വാസമില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ വിജയേട്ടാ എന്നിരിക്കാൻ ഒരുപാട് പേര് പല സ്ക്രിപ്റ്റുകളുമായിട്ട് വരുന്നുണ്ട്, ഞാൻ അവരെ അങ്ങോട്ട് അയച്ചോട്ടെ. വളരെയധികം സന്തോഷം. കാരണം എന്താ പറയുക, വിളിച്ച വെളിപ്പുറത്ത് ദൈവം മാത്രമല്ല നല്ല സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ മനസ്സിലായി. എല്ലാവരും ഭയങ്കരമായിട്ടുള്ള തിരക്കിൽ നിൽക്കുന്നത് തന്നെയാണ്. രാവിലെ ദുബായി പോയി വേണ്ടി ഇരിക്കുകയാണ്. ഇന്ദ്രനാണെങ്കിൽ ഷൂട്ടിങ് വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ. ഞാൻ അപ്പം തന്നെ പിടിച്ചു നോക്കി. അവനാണെങ്കിൽ ഷൂട്ടിങ് അവിടെ ലൈറ്റപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരെ കൂടി ഒന്നിച്ച് ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അമർ, അക്ബർ, ആന്റണി. ഒരിക്കലും ലോകം മാറരുത്. ഈ സമയത്ത് ആ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ശരീരത്തിൽ അപ്പോൾ എല്ലാവരും ആ ഒരു ചിത്രത്തിനും ഈ ഒരു ചിത്രത്തിനും എല്ലാവരും നിങ്ങളൊരു പ്രോത്സാഹനവും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരിക്കണം. ഇത്രയും തിരക്ക് പിടിച്ച് നിൽക്കുന്ന ഇവരെ നമുക്ക് നല്ലൊരു കയ്യൊടിയോടുകൂടി ഏർപ്പാടായിരിക്കും.